ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇന്നലെ നമ്മൾ പാക് അധീന കശ്മീരിനെ കുറിച്ച് സംസാരിച്ചു. പാക് അധീന കശ്മീരിൽ വലിയ കലാപം നടക്കുകയാണ്, ആൾക്കാരുടെ ക്ഷമ നശിച്ച് ആൾക്കാർ തെരുവിലിറങ്ങുകയാണ് എന്നുള്ള നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം പാക് അധീന കശ്മീരിൽ നടന്ന സംഭവങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. പാക് അധീന കശ്മീരിൽ നേരിട്ടൊരു ആക്രമണത്തിന് പാകിസ്ഥാൻ തയ്യാറല്ല. പാകിസ്ഥാൻ സൈന്യം ഇറങ്ങാനും അവിടെ സാധ്യതയില്ല. അതുകൊണ്ട് ഈ ISI എന്ന് പറയുന്ന ചാര സംഘടന എന്ത് ചെയ്തു? അതിനകത്ത് ഇവർക്ക് സ്വാധീനമുള്ള പല ഗ്രൂപ്പുകളും പാർട്ടികളും ഉണ്ട്. ആ പാർട്ടികൾക്ക് തോക്ക് കൊടുത്ത് ആ പ്രതിഷേധം നടക്കുന്ന ആൾക്കാർക്ക് നേരെ വെടിവെയ്പ്പ് നടത്തുകയാണ്. 2 പേര് മരിച്ചു എന്നുള്ള റിപ്പോർട്ട്. ഞാൻ അവസാനമായിട്ട് നോക്കുമ്പോൾ പോലും 2 പേര് മരിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത്. വലിയ ഒരു കലാപത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുകയാണ്. അതൊന്നും ആരും കാണുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ഗാസയൊക്കെ മാത്രമല്ലേ കാണുന്നുള്ളൂ. പാകിസ്ഥാനിലുള്ളത് കാണുന്നില്ല, ബംഗ്ലാദേശിലുള്ളത് കാണുന്നില്ല, സിറിയയിലുള്ളത് കാണുന്നില്ല, അഫ്ഗാനിസ്ഥാനിലുള്ളത് കാണുന്നില്ല, യമനിലുള്ളത് കാണുന്നില്ല. ഇതൊക്കെ ഞമ്മന്റെ ആൾക്കാരായതുകൊണ്ട് നമ്മൾ വെറുതെ വിട്ടിരിക്കുന്നു. പക്ഷേ ഇസ്രായേൽ ഒരു ബോംബ് ഗസയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് തീവ്രവാദികളുടെ മേൽക്കാണെങ്കിലും അത് കൊച്ചുകുട്ടികളുടെ മേൽക്കാണെന്ന് നമ്മൾ പറഞ്ഞു വരുത്തും. വീഡിയോ ഷൂട്ടുകൾ നടത്തും, ഫലസ്തീന്റെ പേരിൽ പ്രതിഷേധം നടത്തും. ഫലസ്തീൻ അംബാസിഡർ ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വന്ന് കാണും. പോരാത്തതിന് ഭാരത ബന്ദ് വരെ നമ്മൾ നടത്തും. ഇനി അത് പോട്ടെ, അഫ്ഗാനിസ്ഥാനിലേക്ക് വരികയാണെങ്കിൽ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനുമായിട്ട്, ഈ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഏറിയപ്പോൾ പാകിസ്ഥാന്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടിയായിരുന്നു. കാരണം പാകിസ്ഥാൻ വിചാരിച്ചത് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാമെന്നാണ്. പക്ഷെ ഇന്ത്യ വളരെ സ്ട്രാറ്റജിക് ആയിട്ട് അഫ്ഗാനിസ്ഥാനെ ഉപയോഗിച്ച് പാകിസ്ഥാനെതിരെ തിരിച്ചുവിട്ടു. നമ്മൾ കുറച്ച് അരിയും പൊരിയും ശർക്കരയും ഉണ്ടയും ഗോതമ്പ് പിണ്ണാക്കും ഒക്കെ കൊടുത്ത് അവരെ കൈക്കലാക്കി. കാരണം അവർ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു ജനതയാണ്. ഓഫ് കോഴ്സ് അതിനകത്ത് അട്രോസിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. താലിബാൻ എന്ന് പറഞ്ഞാൽ ഭീകരവാദികൾ തന്നെയാണ്. അതിലൊന്നും യാതൊരുവിധ മാറ്റമില്ല. സ്ത്രീകളൊക്കെ അവിടെ കിടന്ന് അനുഭവിക്കുകയാണ്. എങ്കിലും നമുക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ മാത്രമാണ്. ഇവന്മാര് ഇനി വേറെ ആരെങ്കിലും അവിടെ ഒന്ന് തമ്പടിച്ചാൽ അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടാവും. പാകിസ്ഥാനെ അങ്ങനെ ഈ താലിബാൻ വളരെ വലിയ രീതിയിൽ ആക്രമിച്ചു തുടങ്ങി. വസീറിസ്ഥാൻ ബോർഡറൊക്കെ അടച്ചു. തെഹ്രീക്കെ താലിബാൻ ഇതിനകത്തുള്ള പാകിസ്ഥാനിലെ അഫ്ഗാനിസ്ഥാൻ പ്രോക്സികൾ പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നു. അതിനിടയിൽ അഫ്ഗാനിസ്ഥാൻ വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. കാരണം ഈ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായിട്ട് ഒരു ചർച്ച നടത്തുന്നുണ്ട്. ആ ചർച്ച പരാജയമാണെങ്കിൽ തോക്കുകൊണ്ട് ഞങ്ങൾ മറുപടി പറയുമെന്നാണ് പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത്. എന്റെ ചോദ്യം, ഈ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഒരു യുദ്ധം വരികയാണെങ്കിൽ, ഒരു ഫൈറ്റ് വരികയാണെങ്കിൽ ഇന്ത്യ അതിനെ എങ്ങനെ കാണും? അഫ്ഗാനിസ്ഥാന് പാകിസ്ഥാന്റെ അത്രയും ആയുധ കരുത്തില്ല എന്ന് നമുക്കറിയാം. ആയുധങ്ങളുണ്ട്. നമ്മൾ ആ താലിബാൻ അധികാരത്തിലേറിയപ്പോൾ നമ്മൾ കണ്ടതാണ്. അമേരിക്കയുടെ F-16 വരെ അമേരിക്ക അവിടെ ഇട്ടിട്ട് പോയിരിക്കുകയാണ്. അതിന് അമേരിക്കയ്ക്ക് വേറെ പല ഗൂഢലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കണ്ടത് ഈ അഫ്ഗാനിസ്ഥാൻ വഴി ഭീകരവാദികളുടെ കയ്യിൽ ഈ അമേരിക്കയുടെ ബുള്ളറ്റുകൾ എത്തുന്നതാണ് നമ്മൾ കണ്ടത്. നമ്മുടെ സൈന്യം നേരിടുന്നത് പിന്നീട് അമേരിക്കയുടെ ബുള്ളറ്റാണ്. അതൊക്കെ അമേരിക്കയുടെ വേറൊരു സ്ട്രാറ്റജിയാണ്. ഇതൊന്നും ഉപയോഗിക്കാൻ അവർക്കറിയില്ല. അവരുടെ ഏറ്റവും വലിയ സ്ട്രാറ്റജി എന്ന് പറയുന്നത്, യുദ്ധത്തിന്റെ തന്ത്രം എന്ന് പറയുന്നത്, നമ്മുടെ ഗറില്ല വാറൊക്കെ പോലെ, പഴയകാല യുദ്ധത്തിന്റെ തന്ത്രം പോലെ ഈ നുഴഞ്ഞുകയറ്റമാണ്. അത് വളരെ വലിയ ഒരു യുദ്ധമുറയാണ് അവരുടെ. അത് പാകിസ്ഥാൻ ഭയപ്പെടുന്നതാണ്. ഇപ്പോ അഫ്ഗാനിസ്ഥാൻ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് ഔട്ട് ആയിരിക്കുകയാണ്. ഒന്നും അറിയാൻ വയ്യ. ഇന്റർനെറ്റ് വിച്ഛേദിച്ചു. അവിടെയുള്ള ദശലക്ഷക്കണക്കിന് ജനങ്ങൾ അവിടെ എന്താണ് ചെയ്യുന്നത്, അവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും യാതൊരുവിധ ധാരണയും ലോകരാജ്യങ്ങൾക്കില്ല. ആർക്കും അറിയാനൊരു നിവൃത്തിയുമില്ല. അതിനകത്ത് വലിയ അരക്ഷിതാവസ്ഥ നടക്കുകയാണോ? പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഒരു സംഘർഷം വന്നാൽ ഇന്ത്യ അതിനെ എങ്ങനെ നോക്കിക്കാണും? ഇത് ആദ്യം ഒരു തവണ ഈ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ ഭരണത്തിലേറിയത്, അതിനെ തുരത്താനാണല്ലോ അമേരിക്ക അവിടെ വന്നത്. അതിനുശേഷം അവർ കുറച്ചുകൂടെ ഗൃഹപാഠം ചെയ്തിട്ടാണ് ഈ രണ്ടാമത് അവർ അധികാരത്തിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് അക്രമത്തിലേക്ക്, ആദ്യത്തെ ഒരുപാട് പാളിച്ചകൾ ഉണ്ടായിരുന്നു. കാരണം അതുകൊണ്ടായിരുന്നു അമേരിക്ക വരുമ്പോൾ കുറച്ചധികം പിന്തുണ ആ രാജ്യത്ത് നിന്ന് കിട്ടിയിരുന്നു. ഇത്തവണ പിന്തുണ കുറയാനുള്ളൊരു കാരണം അവര് നേരത്തെ ധനുഷ് പറഞ്ഞ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകണം, ഭരിക്കണം, ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ ഒരു മനസാക്ഷിയൊക്കെ അവർക്ക് പറഞ്ഞു. എന്തായാലും ഭീകരന്മാർ തന്നെ, അതിനെ വെള്ളപൂശൊന്നുമില്ല. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഈ ഒരു സമയത്ത് ഈ ഇവരെ വെച്ചിട്ട് ഭീകരന്മാരുടെ ഒരു ക്യാമ്പ് അവിടെ തുറക്കാമെന്നും അവിടെ നിന്ന് ഭീകരന്മാരെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ഇറക്കുമതി ചെയ്യാമെന്നും ഒക്കെ പാകിസ്ഥാൻ കണക്കൂട്ടിയെങ്കിൽ അവിടെ കണക്കൂട്ടിലൊക്കെ അപ്പാടെ തെറ്റിച്ചു. കാരണം ഈ താലിബാൻ അധികാരത്തിലേറെങ്കിലും അവരവരുടെ ഈ ചില മന്ത്രിമാരെയൊക്കെ വെച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് അവരുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആരോഗ്യരംഗമായാലും ഒക്കെ വെച്ചിരിക്കുന്നത് അല്പം വിവരവും വിദ്യാഭ്യാസവും ഉള്ളവനെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ബന്ധം സ്ഥാപിക്കാൻ ഇന്ത്യക്ക് വളരെ എളുപ്പം കഴിഞ്ഞിരുന്നു. ഇനി ഇന്ത്യക്ക് അവിടുന്ന് അങ്ങനെ ഒരു ബന്ധം മുറിച്ച് കളഞ്ഞിട്ടുമില്ലായിരുന്നു. നമ്മൾ അവിടുന്ന് ഈ താലിബാന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എംബസി നിർത്തിവെച്ചിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. താലിബാനുമായിട്ട് നമ്മൾ നല്ലൊരു നയതന്ത്ര ബന്ധം നമ്മുടെ നല്ലതായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം ആ സമയത്ത് അവിടെ നിന്ന് സിഖ് വംശജർ, നമ്മുടെ അവിടെ താമസിക്കുന്ന സിഖുകാരായിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ പൗരന്മാരെയൊക്കെ നമുക്ക് സേഫായിട്ട് ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞു. പിന്നീട് നമ്മൾ കണ്ടത് ഈ താലിബാൻകാർ അവിടത്തെ ഈ സിഖുകാരുടെ ഗുരുദ്വാരകൾക്കൊക്കെ കാവൽ നിൽക്കുന്നൊക്കെ വീഡിയോസ് ഒക്കെ പുറത്തു വന്നിരുന്നു. അപ്പൊ അവരുമായിട്ടൊരു നല്ല ബന്ധം, കാരണം അവരും നമ്മളുമായിട്ടൊരു ക്ലാഷ് ഇല്ല.
അന്ന് ഇന്ത്യ അവരോട് ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട്, നിങ്ങളുടെ മണ്ണ് ഞങ്ങൾക്കെതിരെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. താലിബാൻ അത് അതാണ് അതിനകത്ത് ആദ്യത്തെ അവരുടെ ഒരു മൂവ്മെന്റ് അതായിരുന്നു. താലിബാൻ അധികാരത്തിൽ കയറി കഴിഞ്ഞപ്പോഴത്തേനും ഈ അൽ ഖ്വയ്ദയും ലഷ്കർ ഇ തോയ്ബയൊക്കെ പറഞ്ഞു, ഇനി അടുത്തത് ഇന്ത്യ. താലിബാൻ പിടിച്ചല്ലോ അഫ്ഗാനിസ്ഥാൻ, അടുത്തത് ഇന്ത്യ, അപ്പം ഞങ്ങൾ ഇന്ത്യയിലേക്ക് മാർച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഏതാണ്ട് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ താലിബാൻ ഔദ്യോഗികമായി തന്നെ പറഞ്ഞു, തങ്ങളുടെ മണ്ണ് ഭീകരവാദത്തിന് ഉപയോഗിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്മാർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാൽ അവന്മാർക്ക് തന്നെ അത് പണിയായിട്ട് വരും. കാരണം ഇവന്മാരും ഭീകരന്മാരാണ്, ഇവന്മാർ അവിടെ ഒരു ഭീകരന്മാരെ കൂടെ വളർത്തിക്കൊണ്ടുവന്ന അവന്മാർ ചിലപ്പോൾ നാളെ തിരിഞ്ഞുകൂടാന്നില്ല. അങ്ങനെ പോയെങ്കിലും ഈ അണ്ണാൻ മൂത്താലും മരങ്കേറ്റം മറക്കില്ല എന്ന് പറഞ്ഞതൊക്കെ ഇവരുടെ കീഴിൽ അനവധി ഭീകര സംഘടനകൾ അഫ്ഗാനിസ്ഥാൻ നിലവിലുണ്ട്. അപ്പോ ഇത് രണ്ടു കൂട്ടരുടെയും ഉണ്ട്. പാകിസ്ഥാന്റെ ഭീകര സംഘടനകളും ഈ അഫ്ഗാന്റെ ബോർഡറിലുണ്ട്. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ തന്നെ മറ്റു ചില ഭീകര സംഘടനകളുണ്ട്. അത് അഫ്ഗാനിസ്ഥാനിലെ ഈ താലിബാൻ ഭരണകൂടം പിന്തുണയ്ക്കുന്നവരുമുണ്ട്, പിന്തുണയ്ക്കാത്തവരുണ്ട്. ഇപ്പൊ ഈ ISIS പോലെയുള്ള താലിബാൻ വിരുദ്ധരായിട്ടുള്ള ഭീകരന്മാർ അവിടെയുണ്ട്. ലഷ്കർ ഇ തോയ്ബ പോലെയുള്ള ആളുകൾ അവിടെയുണ്ട്. കാരണം ഇവരെല്ലാം തമ്മിൽ ശത്രുതയിലാണ്. അപ്പൊ കഴിഞ്ഞ ഒരുപാട് വർഷക്കാലമായി, മുമ്പും ഇപ്പോഴും ഒക്കെ തന്നെ ഈ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബോർഡറിൽ എന്നും സംഘർഷങ്ങളാണ്. മിക്കവാറും ഒക്കെ സൈനികർ കൊല്ലപ്പെടുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇഷ്യൂസ്. അതിനൊരു കാരണം വെച്ചാൽ ഒരു കൃത്യതയുള്ള അതിർത്തിയില്ല. അപ്പോ ഈ അതിർത്തി വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആളുകൾ പോവുകയും വരികയും ഒക്കെ ചെയ്യുന്നു. ഇവർ സ്നേഹമായിരുന്ന കാലത്ത് ഒരുപാട് അഫ്ഗാനികൾ പാകിസ്ഥാനിൽ വന്നിരുന്നു. ഏതാണ്ട് 11 ലക്ഷത്തോളം ഉണ്ട് എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. ഇപ്പോൾ അവരെ മടക്കി അയക്കാൻ ഒരു ശ്രമം പാകിസ്ഥാൻ തുടങ്ങിയിട്ടുമുണ്ട്. ഇപ്പൊ പാകിസ്ഥാന്റെ ആഭ്യന്തരമന്ത്രി ശ്രീ തലാൽ ചൗധരി കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഈ പാകിസ്ഥാനിൽ നടക്കുന്ന ഭീകരപ്രവർത്തനങ്ങളുടെ 80% നടത്തുന്നത് അഫ്ഗാനിസ്ഥാനികളാണ്, അവന്മാരാണ് ഇവിടെ കടന്നു വന്ന് പ്രശ്നമുണ്ടാക്കി. അപ്പോൾ അവർ UN നടത്തിയ ഒരു പ്രസംഗം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിർത്തി കടന്നുള്ള ഭീകരവാദമാണ് ഇന്ന് പാകിസ്ഥാൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഇത് ഇന്ത്യ എത്രയോ കാലമായിട്ട് പറയുന്ന ഈ പാകിസ്ഥാൻകാരന്മാർ നമ്മുടെ അതിർത്തി കടന്നു വരുന്നതാണ് നമ്മുടെ തലവേദനയെങ്കിൽ, ഇന്ന് പാകിസ്ഥാൻ തീരാത്ത തലവേദനയായി മാറിയിരിക്കുന്നു അഫ്ഗാനിസ്ഥാനിന്റെ അതിർത്തി കടന്നു വരുന്ന ഭീകരർ. അപ്പൊ ഇവരെ നിലക്ക് നിർത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ അതിർത്തി ഒരു 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 ചർച്ചയിൽ ഇത് ചെയ്യണം. അനവധി വട്ടം ചർച്ച നടത്തിയിരുന്നു. സാധാരണ നമ്മൾ ഈ ചർച്ചയ്ക്ക് കാണുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇന്ന് ചർച്ച നടത്തി, ഇന്ന് ചർച്ച തീർന്നു കഴിഞ്ഞാൽ നാളെയോ മറ്റന്നാളോ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പും ബോംബേറും ഒക്കെ ഉണ്ടാകും. മിസൈൽ അറ്റാക്ക് വരെ പാകിസ്ഥാൻ നടത്തിയിരുന്നു. ഏതാണ്ട് 1 വർഷം മുമ്പായിരുന്നു നടത്തിയിരുന്നു. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഒന്ന്, അഫ്ഗാനിസ്ഥാനുമായി ചേർന്ന് നടക്കുന്ന ഖൈബർ പഖ്തൂൺ മേഖലയും ബലൂചിസ്ഥാൻ മേഖലയും ഒക്കെ ഈ അഫ്ഗാനിസ്ഥാന്റെ പിന്തുണയുള്ള ആളുകൾ തന്നെയാണ്, പ്രത്യേകിച്ച് തെഹ്രിക്കെ താലിബാൻ അടക്കമുള്ള സംഘടനകൾ. അപ്പൊ ഇതൊക്കെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തലാൽ ചൗധരി കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞത്, അഫ്ഗാനിസ്ഥാനെ ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ്, ഈ ചർച്ച അലസിപ്പിരിഞ്ഞാൽ നിങ്ങൾക്ക് മറുപടി ഞങ്ങൾ വെടിയുണ്ട കൊണ്ട് നൽകും, നിങ്ങൾക്ക് വെടിയുണ്ടയുടെ ഭാഷയെ മനസ്സിലാകൂ എന്ന് ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആണ് വലിയ ഡയലോഗ് ഒക്കെ അടിച്ചിട്ടുണ്ട്. ഏതായാലും അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ മറുപടി ഒന്നും വന്നിട്ടില്ല. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്, അഫ്ഗാനിസ്ഥാൻ ബ്ലാക്ക് ഔട്ടിലേക്ക് പോവുകയാണ്. ഇന്റർനെറ്റ് ബന്ധങ്ങൾ പൂർണ്ണമായി തന്നെ വിച്ഛേദിച്ചിരിക്കുന്നു. അഫ്ഗാനിസ്ഥാൻ പറയുന്നത് ബാഹ്യമായിട്ടുള്ള ആക്രമണങ്ങളെ ചെറുക്കാനാണ് ഇതെന്ന്. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്കറിയാം ഇന്ന് ലോകത്തെ എമ്പാടും നേപ്പാളിലടക്കം ഈ ജൻസി കലാപങ്ങളും മറ്റ് കലാപങ്ങളും വരുന്നുണ്ട്. ഈ കലാപങ്ങൾ പടരുന്നതിന്റെ ഒരു പ്രധാന കാരണം സോഷ്യൽ മീഡിയയാണ്. ഇതുവഴിയാണ് ഈ മെസ്സേജുകളും പോസ്റ്റുകളും ഒക്കെ ഷെയർ ചെയ്യപ്പെടുന്നതും ആൾക്കാർ കൂട്ടം കൂടുന്നതും ഒക്കെ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഈ ഇന്റർനെറ്റ് വിച്ഛേദിച്ചതാകാം. അതല്ല എങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ശ്രീ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം ഒരു വലിയ പ്രഖ്യാപനം നടത്തിയിരുന്നു. ബെഗ്രാം എന്ന് അദ്ദേഹം പറയുന്നില്ലെങ്കിലും മധ്യേഷ്യയിൽ ഒരു വമ്പൻ നീക്കത്തിന് അമേരിക്ക ഒരുങ്ങുകയാണ്, അതുകൊണ്ട് നമ്മൾ ഇത്തവണ അത് പൂർത്തിയാക്കും എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് മാനങ്ങളുണ്ട്. ഇന്നലെ പൊടുന്നനെ നടന്ന ചില അത്ഭുതകരമായ കാര്യങ്ങളുണ്ട്. ശ്രീ ബെഞ്ചമിൻ നെതന്യാഹു ഖത്തറിന്റെ ഭരണാധികാരിയെ വിളിച്ച് ക്ഷമാപണം നടത്തി. ഒരു രാജ്യത്തിന്റെ ഇതിൽ കടന്നു കയറിയതിന് ക്ഷമിക്കണം എന്ന് അദ്ദേഹം ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഖത്തർ ക്ഷമിച്ചിട്ടുണ്ടാകുമായിരിക്കും, അറിയില്ല. ഏതായാലും ട്രംപ് ഒരു 20 പരിപാടി രംഗത്ത് എത്തിച്ചിട്ടുണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ. അപ്പോ നല്ല കാര്യങ്ങളാണ് അത്. ഇന്ത്യയൊക്കെ അതിനെ പിന്തുണച്ചിട്ടുണ്ട്. പക്ഷെ 72 മണിക്കൂറിനകം ഹമാസ് ഈ ബന്ദികളെ പൂർണ്ണമായിട്ട് വിടണം. രണ്ടാമത്തെ കാര്യം, ഹമാസിന്റെ ഒരു റിപ്ലൈ ആണ് എല്ലാവർക്കും വേണ്ടത്. കാരണം ഇപ്പൊ പുറത്തു നിന്ന് ഉള്ള ആളുകൾക്കൊക്കെ അഭിപ്രായം പറഞ്ഞാൽ പോരല്ലോ, അതിനകത്ത് ഏറ്റുമുട്ടുന്നവർ തമ്മിലാണല്ലോ അഭിപ്രായം പറയേണ്ടത്. ഇപ്പൊ ബെഞ്ചമിൻ നെതന്യാഹു ഓക്കെയാണ് ഇതിനകത്ത്. പക്ഷെ അതിനകത്ത് ഒരുപാട് കൊനഷ്ടുണ്ട്. അത് ഹമാസ് അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് വലിയൊരു വിഷയം ഇതിനകത്ത്. കാരണം ഒന്ന്, ഈ ഗസയ്ക്ക് വേണ്ടി പ്രത്യേക ഒരു അതോറിറ്റി, പലസ്തീനു വേണ്ടിയിട്ടൊരു അതോറിറ്റി, ഈ ടോണി ബ്ലെയർ ഒക്കെ അംഗമായിട്ടുള്ള ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഒരു അതോറിറ്റി ഉണ്ടാകും. അവരായിരിക്കും 3 വർഷക്കാലം ഭരണം നടത്തുന്നത് എന്നാണ് ഒരു കാര്യം അതിൽ പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ബന്ദികളെ മുഴുവൻ 72 മണിക്കൂറിനും വിട്ടു തരണം, ഇല്ലെങ്കിൽ ഇസ്രായേലിന് സർവ്വ അധികാരം കൊടുത്തിരിക്കുകയാണ്, അമേരിക്ക ഇവിടെ കയറി അടിക്കും ഗസയിൽ. അതാണ് ഇപ്പൊ പറഞ്ഞത്. ഇത് കാര്യം.
ഏതായാലും 8ഓളം അറബ് രാജ്യങ്ങൾ പിന്തുണച്ചിട്ടുണ്ട്, ഇന്ത്യ പിന്തുണച്ചിട്ടുണ്ട്, എല്ലാവരും പിന്തുണച്ചു. കാരണം എല്ലാവർക്കും സമാധാനമാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാം പിന്തുണച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ആരും ആത്മാർത്ഥയോടല്ല ഈ പറയുന്നത്. കാരണം എല്ലാവർക്കും ഒരു സംശയമുണ്ട്. കാരണം ഒരു സൈഡിൽ ഇസ്രായേലാണ് നിൽക്കുന്നത്, മറ്റൊരു സൈഡിൽ ഗസയിൽ അവർ ഒരു വലിയ പോരാട്ടത്തിലുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇവർ പറയുന്നത് നമ്പാൻ പറ്റുമോ എന്നൊരു സംശയമുണ്ട്. മറ്റൊന്ന്, അമേരിക്കയെ അത്ര വിശ്വാസത്തിലെടുക്കാൻ ഇപ്പം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് ഗൾഫ് അറബ് രാജ്യങ്ങൾക്ക് വലിയ താല്പര്യമില്ല. നമ്പാൻ പറ്റില്ല എന്ന് അവർക്കറിയാം. പ്രത്യേകിച്ച് ഖത്തറിന്റെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ കൂടെ കഴിഞ്ഞ സ്ഥിതിക്ക്. അപ്പൊ തൽക്കാലം പിന്നെ ഇങ്ങനെ ഒരു സമാധാനത്തിന്റെ ആണെങ്കിൽ കുറച്ച് ദിവസത്തേക്കെങ്കിലും വെടി നിൽക്കുന്നെങ്കിൽ നിൽക്കട്ടെ എന്നൊരു ധാരണയിലാണ് ഇപ്പോൾ എല്ലാവരും നിൽക്കുന്നത്. ഈ കരാർ എങ്ങനെയാകും എന്നുള്ളതൊക്കെ വരുന്ന ആളുകളിലെ മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ. കാരണം ഇതിനു മുമ്പും ഒരുപാട് കരാറും ഉപകരാറും വെടിനിർത്തലും ഒക്കെ നടന്നിട്ടുള്ള സ്ഥലമാണത്. കാരണം ഒരു സൈഡിൽ ഇസ്രായേലാണ്. കാരണം അവരുടെ ചില ലക്ഷ്യങ്ങളുണ്ട്, അത് തീരാതെ അവർ ഇതൊന്നും നിർത്തില്ല. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം. അപ്പൊ പെട്ടെന്ന് തന്നെ ആ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു തീരുമാനം നെതന്യാഹുവും ട്രംപും തമ്മിൽ എടുക്കുന്നു. അപ്പോഴാണ് ട്രംപ് കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത വിഷയം വീണ്ടും നമ്മുടെ ചിന്തകളിലേക്ക് വരുന്നത്. അതായത് മധ്യേഷ്യയിൽ ഞങ്ങളൊരു വലിയ നീക്കത്തിനൊരുങ്ങുന്നു. അതും അദ്ദേഹത്തിന്റെ സൈനിക ഓഫീസർമാരുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത്തവണ നമ്മളത് പൂർത്തിയാക്കും, ഇത്തവണ നമ്മളത് പൂർത്തിയാക്കും എന്ന് പറയുമ്പോൾ അമേരിക്ക പൂർത്തിയാക്കാതെ വെച്ച ചില കാര്യങ്ങൾ മധ്യേഷ്യയിലുണ്ട്. അതിലൊന്ന് അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാനിൽ താലിബാനെ തുരത്തുക എന്നുള്ളതായിരുന്നല്ലോ അവരുടെ ലക്ഷ്യം. ഭീകരരെ അങ്ങനെയാണല്ലോ പാകിസ്ഥാൻ ഉള്ളത്. അത് പൂർത്തീകരിക്കാൻ അവർക്ക് പറ്റിയില്ല. ഇറാനിലെ ഈ സമ്പുഷ്ട യുറേനിയം ഉൾപ്പെടെ തകർത്തുകൊണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇത് ചെയ്യാനായിട്ട് അവർക്ക് പറ്റിയില്ല. അങ്ങനെ മധ്യേഷ്യയിലേക്ക് വന്നു. മധ്യേഷ്യ എന്ന് നമുക്ക് ഇറാനെ കുറിച്ച് പറയാൻ കഴിയില്ലെങ്കിൽ നമുക്ക് അതിനോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഏരിയ എന്ന് പറയാം. ഏതായാലും ആ രണ്ട് കാര്യങ്ങൾ പൂർത്തിയായിട്ടില്ല. ഇനി അതിനെയാണോ ഈ ട്രംപ് ഉദ്ദേശിച്ചത് ഇത്തവണ നമ്മളത് പൂർത്തിയാക്കും എന്നൊരു വാക്കുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അതിന്റെ മുന്നോടിയായിട്ട് കൂടി ആകണം പാകിസ്ഥാൻ ഈ അഫ്ഗാനിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയത് എന്ന് കാണുന്നവരുണ്ട്. അതായത് ഒരു ക്ലാഷ് അഫ്ഗാനിസ്ഥാനുമായിട്ട് ഉണ്ടാക്കുക, എന്നിട്ട് പാകിസ്ഥാൻ കയറി അഫ്ഗാനിസ്ഥാനെ അടിക്കുക. കാരണം ഈ ബഗ്ര എന്ന് പറയുന്ന വ്യോമത്താവളം അമേരിക്കയ്ക്ക് നോട്ടമുണ്ട്. അമേരിക്ക പരസ്യമായി തന്നെ പറഞ്ഞു ഞങ്ങളത് തിരിച്ചു ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് തരണം എന്ന്. അപ്പോ ഇതിന്റെ ഒരു മുന്നോടിയായിട്ട് ആകാം ഒരുപക്ഷെ F-16 അടക്കമുള്ള ആയുധങ്ങൾ, വിമാനങ്ങളും ആയുധങ്ങളും അടക്കം പാകിസ്ഥാൻ ഇപ്പോൾ നൽകിയത്. ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാനിൽ കയറി അടിക്കുക. ഇവിടെ ധനുഷ് ചോദ്യത്തിലേക്ക് തന്നെ വരാം. ഇത് എന്തായിരിക്കും സംഭവിക്കുന്നത്? പഴയതുപോലെ ആകില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുമ്പ് ഈ താലിബാന്റെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എല്ലാ രാജ്യങ്ങളും കൈയൊഴിയുമായിരുന്നെങ്കിൽ ഇത്തവണ അതിന് സാധ്യതകൾ തീരെ കുറവാണ്. പഴയ ആ ഒരു താലിബാൻ അല്ല ഇപ്പോഴുള്ളത് എന്ന് കരുതി ഭീകരന്മാരാണ് എങ്കിൽ പോലും ഇപ്പോൾ അവർക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ രാജ്യങ്ങളുമായി നല്ല ബന്ധമാണ്. പ്രത്യേകിച്ച് ചൈന, ഇന്ത്യ, ഇറാൻ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായി നല്ല ബന്ധമാണ്. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭയുടെ മീറ്റിങ്ങിനിടയിൽ ഈ ബഗ്രാം വ്യോമത്താവളത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടൊരു മീറ്റിംഗ് കൂടി റഷ്യ, ചൈന, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ തത്വം സമ്മതിക്കുകയൊക്കെ ചെയ്തു, ഞങ്ങൾ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു പോക്ക് കണ്ടിട്ട് അതല്ല, ഇനി ഒരു അറ്റാക്ക് പാകിസ്ഥാൻ തുടങ്ങി വെക്കുകയും അത് അമേരിക്ക പൂർത്തിയാക്കുകയും അമേരിക്കയുടെ ലക്ഷ്യത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇത്തവണ പക്ഷെ അത്ര എളുപ്പമാകില്ല ഈ അമേരിക്കയുടെ ബുദ്ധി ഈ അഫ്ഗാനിസ്ഥാനിൽ എന്നുള്ളത് വളരെ ക്ലിയർ ആണത്. കാരണം മറ്റു രാജ്യങ്ങൾ അനുവദിക്കില്ല അതിനെ. പ്രത്യേകിച്ച് ചൈനയും ഇന്ത്യക്കും ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണത്. ഒരിക്കലും ഇനി ഇന്ത്യ അവിടെ ഒരു അമേരിക്കൻ സാന്നിധ്യം അവിടെ അവർ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അമേരിക്കൻ സാന്നിധ്യം അവിടെ ഉണ്ടായുള്ള കുഴപ്പം, അമേരിക്ക വരുന്നുണ്ട് വേറെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടല്ല, അമേരിക്കൻ സാന്നിധ്യം അവിടെ വന്നാലുള്ള കുഴപ്പം വീണ്ടും പാകിസ്ഥാനിലെ ടെറർ ഗ്രൂപ്പുകളുടെ ഒരു പരിശീലന കേന്ദ്രമായി അഫ്ഗാനിസ്ഥാൻ മാറും. അവിടെ നിന്ന് അത് ഇന്ത്യക്ക് തന്നെ തലവേദനയായിട്ട് ഒരുപാട് ടെറർ ഗ്രൂപ്പുകൾ വരാനുള്ള സാധ്യതകളും കൂടുതലാണ്. ഇതിനോട് ചേർത്ത് വായിക്കപ്പെടേണ്ട ഒന്നാണ് ഖൈബർ പക്തൂൺ മേഖലയിലേക്ക് ഇപ്പോൾ പ്രധാനപ്പെട്ട ഈ പാക് അധിനിവേശ കാശ്മീരിലുള്ള ഭീകര സംഘടനകൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അവരെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഒരു മാസ് അറ്റാക്ക് അഫ്ഗാനിസ്ഥാനും താലിബാനെതിരെ നടത്താൻ പാകിസ്ഥാൻ അണിയറയിൽ നീക്കം നടത്തുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടായിരിക്കണം അവരെ അങ്ങോട്ട് മാറ്റിയത്. ഏതായാലും ഈ സാഹചര്യത്തിൽ ചൈനയും ഇന്ത്യയും റഷ്യയും ഇറാനും ഒന്നും കയ്യും കെട്ടി നിൽക്കില്ല. കാരണം ഇറാനെ സംബന്ധിച്ച് ഇപ്പോൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ അടിക്കുമ്പോൾ ബാഹ്യമായിട്ട് അതിൽ ഇടപെട്ടില്ലെങ്കിൽ പോലും എന്താണ് പറയുന്നത്, അന്തർധാര സജീവമാണ് എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനായിട്ട് നല്ല ബന്ധത്തിലാണ് നിൽക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചാണ് ചബാർ തുറമുഖവും അഫ്ഗാനിസ്ഥാനും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ബിസിനസ്സുകളും കാര്യങ്ങളും ഇപ്പം മുമ്പോട്ട് പ്ലാൻ ചെയ്തു പോകുന്നത്. അപ്പം നമ്മുടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അഫ്ഗാനിസ്ഥാൻ നടക്കുന്നുണ്ട്. അപ്പം നമുക്കും അഫ്ഗാൻ ഭരണകൂടത്തിൽ നിലവിൽ കൈവഴിയാൻ യാതൊരു സാധ്യതയുമില്ല. ചൈനയെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ അവരുടെ പൈസ പോയി കിടക്കുകയാണ് ബലൂചിസ്ഥാനിലടക്കം. അവിടത്തേക്കാണ് ഈ അമേരിക്കൻ കമ്പനികൾ വരുന്നത്. അതിനടുത്ത് അവരുടെ ആണവ റിയാക്ടറിന് അല്ലെങ്കിൽ ആണവ മിസൈൽ നിർമ്മാണ കേന്ദ്രത്തിന് 1 മണിക്കൂർ അകലെ അഫ്ഗാൻ ബോർഡറിലുള്ള ബഗ്രാം വ്യോമത്താവളം പോകുന്ന അവർക്കും അത്ര സുഖകരമായ ഒരു അവസ്ഥയിലല്ല.
ഇതിനിടെ റഷ്യക്കും പ്രശ്നമുണ്ട്. കാരണം ഇതിന്റെ അടുത്ത് നിന്ന് മുൻപ് USSRന്റെ ഭാഗമായിരുന്ന പല റഷ്യൻ പ്രദേശങ്ങളുമുണ്ട്, അസർബൈജാൻ അടക്കമുള്ളത്. അമേരിക്കയായിട്ട് അത്യാവശ്യം നല്ല ബന്ധത്തിലാണ് അവരൊക്കെ. അങ്ങനെ വന്നാൽ അവർക്കും അതൊരു തലവേദനയാകും. ആരെങ്കിലുമൊക്കെ നാറ്റോയിൽ ചേരുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുന്ന ഒരാളാണ് പുടിൻ. അങ്ങനെയാണ് അപ്പോഴാണ് വീണ്ടും അവിടെ എത്തുന്നത്. പണ്ട് ഈ സോവിയറ്റ് യൂണിയനോടെ വന്നിരുന്നതാണല്ലോ അഫ്ഗാനിസ്ഥാനിലും. അവരെ തുരത്താൻ കൂടെ ആണല്ലോ അമേരിക്ക അവിടെ എത്തുന്നതൊക്കെ. ഏതായാലും പഴയതുപോലെ ആകില്ല കാര്യം. ഇനിയിപ്പം ഇതുപോലുള്ള രാജ്യം, മധ്യേഷ്യയിലെ ഏതെങ്കിലും ഒരു രാജ്യത്തിനെ പഴയതുപോലെ അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും അടിക്കാൻ കഴിയില്ല. വിരട്ടാൻ കഴിയും, അടിക്കാൻ കഴിയില്ല. കാരണം അമേരിക്ക പൊളിഞ്ഞെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് കാണുന്നത്. എന്താണ് പിന്നെ താരിഫ് കൊണ്ടുവന്ന് എങ്ങും ഏഷ്യയിൽ ഇന്ത്യക്കെന്ന് മാത്രമല്ല സ്വന്തം രാജ്യത്ത് ഏശി. ഇന്നലെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ പറയുന്ന സിനിമയ്ക്ക്, അമേരിക്കയ്ക്ക് പുറത്തുനിന്ന് നിർമ്മിക്കുന്ന സിനിമയ്ക്ക് 100% താരിഫ് പുള്ളി ചുമത്തി ഈ ഒക്ടോബർ മുതൽ. അതിന് തൊട്ടു പിന്നാലെ വന്ന വാർത്ത എന്താ പറയുക, നെറ്റ്ഫ്ലിക്സ് അടക്കമുള്ള OTT പ്ലാറ്റ്ഫോമുകളിൽ ഓഹരി വിപണി താഴോട്ട് ഇടിഞ്ഞു. സ്വാഭാവികമല്ലേ? കാരണം അതുപോലുള്ള വൻകിട OTT പ്ലാറ്റ്ഫോമുകൾ എന്ന് പറയുന്നത് കോടികളുടെ ഓഹരിയാണ് ഒറ്റയടിക്ക് ഇടിഞ്ഞു പോകുന്നത്. കാരണം നമ്മളായാലും പിന്നെ മുടക്കില്ല. ഇത് പിന്നെ ആര് കാണാനാ? ഇത് വലിയ 100% താരിഫാണെന്നുണ്ടെങ്കിലും ഈ ഫിലിംസും കാര്യങ്ങളും. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് അതൊരു കനത്തടി തന്നെ ആയിരിക്കും. കാരണം നമ്മുടെ ഇന്ത്യൻ സിനിമകൾ ഒരുപാട് കയറിപ്പോകുന്നത്. ഏതാണ്ട് 30% സിനിമകൾ കളക്ട് ചെയ്യുന്നത് അമേരിക്കയിൽ നിന്നാണ് ഈ പണം. അപ്പോൾ ഹിന്ദി സിനിമകളുടെ കാര്യമാണ് പറയാം, നമ്മുടെ മലയാളം അല്ല, ഹിന്ദി ഫിലിമും. കാരണം നോർത്ത് ഇന്ത്യൻസ് ആണല്ലോ ഏറ്റവും കൂടുതൽ അവിടെ ഉള്ളത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഏതായാലും ട്രംപ്, പിന്നെ അമേരിക്കയിൽ മറ്റൊരു പ്രധാന പ്രശ്നം, അവിടുത്തെ ഗവൺമെന്റ് ജീവനക്കാരെല്ലാം, സർക്കാർ ജീവനക്കാരെല്ലാം ഈ ഒക്ടോബർ 1 മുതൽ പണിയില്ലാതെ വീട്ടിലിരിക്കും എന്നുള്ളതാണ്. അത് ഇന്ന് വൈകുന്നേരം അറിയാം. അതിന്റെ ചർച്ചകൾ, ഫൈനൽ ചർച്ചകൾ നടക്കുകയാണ്. ആ ചർച്ച പൊളിഞ്ഞാൽ അവര് ഷട്ട് ഡൗണിലേക്ക് പോവുകയാണ്. പ്രധാനപ്പെട്ട സർവീസുകൾ മാത്രമേ അമേരിക്കയിൽ പ്രവർത്തിക്കില്ല. ഏതായാലും ഒരു കാര്യത്തിൽ ആശ്വസിക്കാം, ഈ പ്രധാനപ്പെട്ട സർവീസ് പ്രവർത്തിക്കുമ്പോൾ ഇമിഗ്രേഷൻ ഒന്നും വർക്ക് ചെയ്യുന്നില്ലെന്നാണ് എന്റെ അറിവ്. അങ്ങനെയാണെങ്കിൽ നാട് കടത്തത്തില്ല ആരെ ഇപ്പോൾ ഉടനെ ഒന്നും. കാരണം അതിനുള്ള സ്റ്റാഫ് ഇല്ലല്ലോ. സ്റ്റാഫുകളെല്ലാം കൂടെ ഷട്ട് ഡൗണിലേക്കാണ്. പ്രധാനപ്പെട്ട പ്രതിരോധ സേനയിലെ സ്റ്റാഫുകളും ഹോസ്പിറ്റലും മാത്രമാണ് പ്രവർത്തിക്കുന്നതെന്നാണ് നമ്മൾ വാർത്തകളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ഇപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ ഒന്ന് ക്ലിയറായി വരുന്നു. ട്രംപിന്റെ പ്രസ്താവന, ഒപ്പം തന്നെ പാകിസ്ഥാന് നൽകിയ ആയുധം, ഇതെല്ലാം ചേർത്ത് വായിക്കപ്പെടുമ്പോൾ അഫ്ഗാനിസ്ഥാൻ അടുത്ത ടാർഗറ്റ് ആണോ? ഇത് അറിഞ്ഞുകൊണ്ടാണോ അഫ്ഗാനിസ്ഥാൻ ഈ ബ്ലാക്ക് ഔട്ടിലേക്ക് പോയതും എന്നുള്ളത് ഒരു ചോദ്യമായി അവശേഷിക്കുന്നു. പക്ഷേ ചോദ്യം അധികം നാൾ നിൽക്കില്ല. കാരണം ഇതിനുള്ള ഉത്തരം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ പാക് അധിനിവേശ കാശ്മീരിൽ 22 പേർ ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുകയാണ്. അവിടെ തുരുതുരാ വെടിവെക്കുന്ന വീഡിയോസൊക്കെ ഇപ്പൊ പുറത്തു വന്നു കഴിഞ്ഞു. ഇന്ന് ടൈംസ് നൗ ആക്സസ് ചെയ്ത വീഡിയോയിലൊക്കെ ഈ മിഷൻ ഗണ്ണ് വെച്ചിട്ട് വെടിവെക്കുന്ന സൗണ്ടുകളും ആൾക്കാർ ഓടിപ്പോകുന്ന ദൃശ്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.